നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുട്ടികൾക്ക് ഇപ്പോൾ ഈ നൊയമ്പിലൊക്കെ പിസ്സ വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പിസ്സയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു 7 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ സാദാ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മൂടി വെച്ച് അടച്ച് 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ പിസ്സ ഒറിഗാനോ, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ആ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു സോഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്, അപ്പോൾ ഇതിങ്ങനെ കട്ട പിടിച്ചിട്ട് എടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഇങ്ങനെ ഞെരടി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, ഈസ്റ്റിൻ്റെ ആ വെള്ളം. ഇനി ആ വെള്ളം മുഴുവനായിട്ട് നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം, കാരണം അത് കറക്റ്റാണ് ആ ഒരു അളവിന്. ഇനി നന്നായി കുഴച്ച് കയ്യിലൊട്ടുന്നൊരു പരിവായിരിക്കും, എങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ആകുമ്പോൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് വീണ്ടും നല്ലതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഓയിൽ ഒഴിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ. ഇനി നമുക്ക് ഒരു കുറച്ച് വട്ടമുള്ള ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും മുകൾ ഭാഗത്തേക്കും ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡോ അതിലേക്ക് വെച്ച് കൊടുക്കുക. ഡോയുടെ മുകളിൽ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അത് ഡ്രൈ ആവാണ്ടിരിക്കാനും അതുപോലെ അത് പൊങ്ങി വരുമ്പോൾ ആ പാത്രത്തിൻ്റെ സൈഡിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതിൽ നമ്മളിത് നോൺ വെജ് അല്ലല്ലോ, വെജ് അല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ സോയ ചങ്ക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വെള്ളം വാർത്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്നതിനൊപ്പം നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊരു 5 മിനിറ്റ് അവിടെ മാറ്റി വെച്ചതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇനി അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് വാർത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ല ചൂടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ചൂടൊന്ന് ആറുമ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിനുള്ളിലൊക്കെ ഉള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം കേട്ടോ. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് മുഴുവനായിട്ടും വെള്ളം പിഴിഞ്ഞ് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിപ്പോൾ ഞാൻ വലിയ സോയ ചങ്ക്സ് എടുത്തിട്ടില്ല, അതുകൊണ്ട് അത് അത്രയും വലുപ്പം വേണ്ടാന്നുള്ളതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു 2 കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 2 പച്ചമുളക്, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, പക്ഷേ അതിൽ ഉപ്പ് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞില്ലേ, അപ്പോൾ ഇല്ലയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാല പൊരിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കാം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് ആ ഒരു മസാല പൊരിച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നതൊക്കെ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യുന്നതാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ വറുത്തെടുത്ത് വെച്ചു. പിന്നെ ഇതിന് ടോപ്പിങ്സിനായിട്ട് നമ്മൾ പിസ്സയുടെ ടോപ്പിങ്സിനായിട്ട് കുറച്ച് ടൊമാറ്റോ, അതുപോലെ കോണ്, പിന്നെ ക്യാപ്സിക്കം, സവാള ഇത്തിരി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കോണ് ഞാൻ വേവിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ആവിയേറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു മൂടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മൂടിയിൽ എണ്ണ തേച്ചതിന് ശേഷം നമ്മുടെ ഡോ അതിലേക്ക് വെച്ച് കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കട്ടി നമ്മുടെ പിസ്സയുടെ ആ ഒരു ബേസിന് ഒത്തിരി കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ, അതായത് തിന്നായിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താലും മതി, 2 പീസായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് കട്ടിക്കാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒന്ന് പരത്തിയെടുത്തു. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ചീസിൻ്റെ പിസ്സ ബ്ലെൻഡ്, മൊസറല്ലയും അതുപോലെ ചേദാർ ചീസും കൂടിയിട്ടുള്ള ചീസാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു.
അത് ഇട്ട് കൊടുത്തിട്ട് ആ റൗണ്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ബാക്കിയുള്ള ഭാഗമല്ലേ നമ്മൾ കുറച്ച് ഭാഗം മാറ്റിയിട്ടല്ലേ ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് അവിടുന്ന് ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് പോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. ആ ചീസിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക, ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പിസ്സയൊക്കെ പുറമെന്ന് വാങ്ങിക്കുമ്പോൾ സൈഡ് ഭാഗം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ ഇരിക്കില്ല, ആ ഒരു ലുക്ക് കിട്ടും കേട്ടോ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗങ്ങളിൽ ഫുൾ ഇങ്ങനെ കുറേ കുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ വീർക്കാതിരിക്കാനാണ്. ഇനി ഒരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ സൈഡ് ഭാഗമൊക്കെ ഒന്നുകൂടി ഒന്ന് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി ആ നടുഭാഗത്ത് നമുക്ക് കുറച്ച് പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സൈഡ് ഭാഗത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്യണ്ട, അപ്പോൾ നന്നായിട്ട് ആ ഒരു ലുക്ക് ഭംഗി കിട്ടും ആ കളറൊക്കെ വരുമ്പോൾ. പിന്നെ കുറച്ച് സെൻറ്ററിൽ ചീസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ചിട്ടുള്ള കോണും ടൊമാറ്റോയും അതുപോലെ ക്യാപ്സിക്കം, സവാള ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് തന്നെ വേണം. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ച ക്യാരറ്റോ അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇഷ്ടത്തിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പനീർ വേണമെന്നുണ്ടെങ്കിൽ പനീർ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ പനീർ പിസ്സയായി. അപ്പോൾ ഇത് സോയ ചങ്ക്സ് പിസ്സയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒത്തിരി ഹാർഡാക്കരുത് കേട്ടോ, ഒരു ഇത്തിരി സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം. അപ്പോഴാണ് അത് പിന്നെയും കുറച്ചെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് റോസ്റ്റ് ചെയ്യണ പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൊണ്ട് രസമായിരിക്കും മസാലക്കുള്ളിലോട്ട് പിടിച്ചിട്ട്. പിന്നെ അതിന് മുകളിൽ നമ്മൾ വീണ്ടും കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഓവർലോഡഡ് പിസ്സയാണ്. അപ്പോൾ നമ്മുടെ സംഭവം അവിടെ കുറച്ച് ടൊമാറ്റോ കൊണ്ട് ഞാൻ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമുക്ക് കുറച്ച് ഒറിഗാനോയും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള കടായിൽ ഒരു റിങ് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കടായിയാണ്. അപ്പോൾ അതിൻ്റെ ആ റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതാ വെച്ച് കൊടുത്തു. ഇനി മൂടി അടച്ചു വെച്ചിട്ട് ആ മൂടിക്കൊരു ഹോൾ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനൊരു തുണി വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ നമുക്കൊരു 7-8 മിനിറ്റോളം, അല്ലെങ്കിൽ ഓരോരുത്തരും സ്റ്റൗവിൻ്റെ തീനനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം വരാം, ചിലപ്പോൾ ഒരു 10 മിനിറ്റോളം വരാം. 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 8 മിനിറ്റോ നമ്മളത് ഹൈ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി കിട്ടും. നമ്മുടെ ചീസൊക്കെ നന്നായി മെൽറ്റായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പിസ്സയായിട്ടാണ് ഇരിക്കുന്നത്. സൈഡ് ഭാഗം കണ്ടോ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഇനി ഇത് നമുക്ക് കൈയൊന്നും പൊള്ളിക്കാതെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് ഒറിഗാനും അതുപോലെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചൂടോട് കൂടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്, കാരണം ചീസൊക്കെ ഉള്ളതുകൊണ്ട് അത് തണുക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. കണ്ടോ നല്ല വലിഞ്ഞിങ്ങനെ വരുന്ന നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. ഇപ്പോൾ നൊയമ്പൊക്കെ ആയ സമയത്ത് ഇപ്പോൾ കുട്ടികൾ പിസ്സ വേണമെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി, അവർക്ക് ഒത്തിരി ഇഷ്ടമാവും സംഭവം. കണ്ടില്ലേ നല്ല പോലെ ഇങ്ങനെ വലിഞ്ഞ് വന്ന ചീസും അതുപോലെ നല്ല അടിപൊളി വെജിറ്റബിൾസും എല്ലാം ചേർന്ന് അടിപൊളി പിസ്സയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്